എല്ലാ ബർത്ത്ഡേയ്സും സ്പെഷ്യൽ ആണെങ്കിലും നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേയും 18th ബർത്ത്ഡേയും കുറച്ച് എക്സ്ട്രാ സ്പെഷ്യൽ അല്ലേ? 18th ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ഒഫീഷ്യലി ദ സ്റ്റാർട്ട് ഓഫ് അഡൽട്ട്ഹുഡ് ഇസ് അൺലോക്ക്ഡ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ പറഞ്ഞു വന്നത്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ വിഷസിൽ ഒതുക്കിയ എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ഇപ്രാവശ്യം ഞാൻ കുറച്ച് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇപ്രാവശ്യം അവളുടെ 18th ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് ഒരു 2-3 വീക്സ് മുന്നേ ഒക്കെ പ്ലാനിങ് തുടങ്ങിയെങ്കിലും ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് ആളുടെ കയ്യിൽ ഗിഫ്റ്റ് എത്തിയത്. അതെന്താണെന്ന് ഞാൻ പറയാം. ആൾക്ക് ജേർണലിങ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ജേർണൽ കിറ്റ് തന്നെ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന്. പ്ലസ് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഹാൻഡ് മെയ്ഡ് ബൊക്കെ. ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ പിങ്ക് ആണ്. സോ ഞാനൊരു പിങ്ക് പർപ്പിൾ തീമിലാണ് എല്ലാം സെറ്റ് ചെയ്തത്. ഇനി കുറച്ച് ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയാം. അതായത് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുൻപേ ജേർണൽ കിറ്റ് ഞാൻ ആമസോൺ പ്രൈമിൽ ഓർഡർ ചെയ്യാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ബർത്ത്ഡേക്ക് ഒരു 2 ദിവസം മുന്നേ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും സാധനം കയ്യിൽ കിട്ടുമല്ലോ എന്നാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പ്രൈമിൽ ഓർഡർ ചെയ്തെങ്കിലും ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് എനിക്ക് ജേർണൽ കിറ്റ് കൈ കിട്ടിയത്. ബർത്ത്ഡേ കഴിഞ്ഞതുകൊണ്ട് തന്നെ അവളുടെ 18th ബർത്ത്ഡേയുടെ കുറച്ച് പിക്സ് എനിക്ക് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫ്രെയിമും കൂടി ആഡ് ഓൺ ചെയ്യാമെന്ന്. അങ്ങനെ ലാസ്റ്റ് എല്ലാം സെറ്റ് ചെയ്തു. ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണെങ്കിലും സാധനങ്ങളൊക്കെ അവളുടെ കൈ കിട്ടിയപ്പോൾ അവളും ഹാപ്പി, ഞാനും ഹാപ്പി.